ദുബായിൽ എനിക്ക് ട്രെയിനിങ് ഫാർമസിസ്റ്റായിട്ട് വന്നപ്പോൾ കിട്ടിയൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് ഒമേഗ 3 എന്താണെന്ന് അറിയായിരുന്നു, പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അതുപോലെ സപ്ലിമെൻസിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആഫ്റ്റർ കോവിഡിന് ശേഷം ഭയങ്കര നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. വൈറ്റമിൻ സിക്ക് പ്രാധാന്യം വന്നിട്ടുണ്ട്, വൈറ്റമിൻ ഡിക്ക് പ്രാധാന്യം വന്നിട്ടുണ്ട്, വൈറ്റമിൻ ഇക്ക് പ്രാധാന്യം വന്നിട്ടുണ്ട്. അതുപോലെ മഗ്നീഷ്യം, മസിൽ റിലാക്സൻസിനൊക്കെ ഈ മഗ്നീഷ്യം ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഇവിടെ വരുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നത്. മെഡിസിൻസിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെറിയൊരു എക്സ്പീരിയൻസ് വേണം. ദുബായിൽ മെയിനായിട്ട് ഫാർമസിയിൽ നിൽക്കാൻ വേണ്ടത് മെഡിസിനെക്കാട്ടി കൂടുതൽ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ഫാർമസിസ്റ്റ് എന്നുള്ള ഉപരി ഒരു ഓവറായിട്ട് നിൽക്കും, പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടത് നോളജബിൾ ആയിട്ടുള്ള അവർക്ക് ഉത്തരങ്ങൾ അറിയുന്ന ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അല്ലാത്ത ഒരാളായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരില്ല. എസ്പെഷ്യലി നമ്മളിവിടെ ഓരോ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് സ്റ്റഡീസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങളെ സ്കിൽസ് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.